Forex trades in the Pudia video like Swagadam. Nian Yoda Parano Deshikunadi, Trade Interceptor and software Upayogich, Namoku, Namode trading strategy, engane backtest cheyyam, അല്ലെങ്കിൽ trade ചെയ്യാൻ എങ്ങനെ പഠിക്കാം, ഒരു പുതിയ strategy എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു strategy എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു tradingview.com ൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നു. പക്ഷെ അത് പെയ്ഡ് പ്ലാറ്റ്ഫോമിൽ പെയ്ഡ് അക്കൗണ്ടിൽ മാത്രമേ ചെറിയ ടൈം ഫ്രെയിമിൽ, അതായത് 15 മിനിറ്റ് 1 അവർ ഒക്കെ നോക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പെയ്ഡ് അല്ലാത്ത ഫ്രീ അക്കൗണ്ടിൽ ഡെയിലി മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ട്രേഡ് ഇന്റർസെപ്റ്റർ എന്ന ഈ സോഫ്റ്റ്വെയറിൽ, ഈ ആപ്ലിക്കേഷനിൽ ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ട്രേഡ് ഇന്റർസെപ്റ്റർ അടിക്കുമ്പോൾ തന്നെ അത് താഴെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ട്രേഡ് ഇന്റർസെപ്റ്റർ എന്ന വെബ്സൈറ്റ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ MT4 ഒക്കെ ഡൗൺലോഡ്, ആ രീതിയിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. അത് എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാനത് കാണിക്കാത്തത്. ഈ സിമ്പിളാണ്, MT4 ഒക്കെ ചെയ്തതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തതിൽ നമ്മളൊരു ചെറിയൊരു വിൻഡോ, നമ്മുടെ ചെറിയൊരു ഐക്കൺ അത് ഡെസ്ക്ടോപ്പിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക, ട്രേഡേഴ്സ് ജിം ഡെമോ ലൈവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും, എല്ലാ ഇന്റർനെറ്റ് കണക്ഷൻ അതൊക്കെ ടൈം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗിൻ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആകും. അത് ഓപ്പണായി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർട്ട് കുറച്ച് വലുതാക്കാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്ത അക്കൗണ്ട് ഇതൊക്കെയാണ് ഇത് കാണിക്കുക. ഇവിടെ ബാലൻസ് ഉള്ളത്, പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് ചാർട്ട് വലുതാക്കാം. ചാർട്ട് ഇങ്ങനെ വലുതാക്കി. അപ്പോൾ ഇവിടെ ഓൾറെഡി AUD OC ഡോളർ ഇവിടെ ഉണ്ട്. നമുക്കൊരു പുതിയ പെയർ അതിൽ ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ഇത് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു പെയർ വരും. അല്ലെങ്കിൽ നമുക്ക് പെയർ ആഡ് ചെയ്യുന്നത് ഇവിടെ ഒരു ലോഗോ, ഇത് ഒരു ബട്ടൺ കാണും പ്ലസ് എന്നുള്ള, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ T1 അത് സെയിം ഉണ്ടായിക്കോട്ടെ, ബിഡ് പ്രൈസ് തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ സിമ്പിൾ ഏത് പെയറാണ് അല്ലെങ്കിൽ ഏത് സ്റ്റോക്കാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ്റെ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു അത്ര ഇല്ല, കുറവാണ്. US-ന്റെയും ബാക്കിയുള്ള മെയിൻ ആമസോൺ ഉണ്ട്, അൽഫ ബാങ്ക്, അലിബാബ ഉണ്ട്, അൽക്കോ, ആമസോൺ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ തലത്തിലുള്ള സ്റ്റോക്കുകളും കറൻസി പെയർ എല്ലാം ഉണ്ടാകും. അതായത് കറൻസി പെയർ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ഇതിൻ്റെ തന്നെ ഇടക്കായിട്ട് ഉണ്ടാകുക. ഇപ്പോൾ ഉണ്ട് OC CAD, OC സ്വിസ് ഫ്രാങ്ക്, OCN, OC ന്യൂസിലാൻഡ് എന്നൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ നമുക്ക് ഇത് ഓസ്ട്രേലിയൻ്റെ ഷെയറിൻ്റെ US 200 എന്നാണ് അവിടുത്തെ നമ്മുടെ Nifty 50 എല്ലാം പോലത്തെ ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇന്ത്യൻ്റെ ഷെയർ ഉണ്ടാവും, നിങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് യൂറോ USD കിട്ടുമോ നോക്കാം. അതാണ് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള പെയർ. താഴേക്ക് വരാം. യൂറോ USD ഉണ്ട്. അപ്പോൾ നമ്മൾ യൂറോ USD ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ ഈ 1 അവർ എന്നുള്ളത് കാണും. അപ്പോൾ 1 അവർ എന്നുള്ള ടൈം സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 1 അവറിൽ താഴെയുള്ളത് നോക്കാൻ വേണ്ടി ചില ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 15 മിനിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഈവൻ 1 മിനിറ്റ് വരെ കൊടുക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് എല്ലാം കൊടുക്കാം. അപ്പം 1 മിനിറ്റ് 3 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഉണ്ട്. നമുക്കിപ്പോൾ ഒരു വർഷത്തെ ഇത് മുമ്പേ പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്ത് വരികയാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് എങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 മാസത്തെ ഡാറ്റ ഇവിടെ കാണുള്ളൂ. നമുക്കത് നോക്കാം. 1 മിനിറ്റ് കൊടുത്തുന്നിരിക്കാം. 1 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഇന്റർവെൽ ബിറ്റ്വീൻ സ്റ്റാർട്ട് അറ്റ് എൻഡ് 30 ഡേയ്സേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റാണ് കൊടുത്തെങ്കിൽ 150 ദിവസം കിട്ടും. നമുക്ക് 15 മിനിറ്റാണ് കൊടുക്കുന്നെങ്കിൽ
450 ഡേയ്സ്, ഒരു വർഷത്തിൽ കൂടുതൽ ദിവസം മുന്നോട്ട് നമുക്ക് പോകാം. എന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് വരാന്നുള്ളതാണ്. അപ്പൊ ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു 15 മിനിറ്റ് കൊടുത്തേ ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ടിങ് April 5, 2019 ഇവിടെ ഓൾറെഡി ഉണ്ട്. May 5, 2019 വരെ. അപ്പൊ ഒരു മാസമാണല്ലോ. നമുക്ക് ഡേറ്റ് ചേഞ്ച് ആക്കാം. 2020 April 4 ഇന്നത്തെ ഡേറ്റ് അവരെ കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് നമ്മളത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചാർട്ട് ലോഡാവും. ആ ചാർട്ട് ലോഡാവുന്നത് ആ ഒരു വർഷം മുമ്പുള്ള ചാർട്ടായിരിക്കും. വേണ്ട, ഇവിടെ ലോഡായിട്ടുള്ളത് ആ ഒരു വർഷം മുമ്പുള്ള ചാർട്ടാണ്. നമുക്ക് ഇത് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഇത് കാണാൻ പറ്റും. വേണ്ട, 2019 ഏപ്രിലെ ഡേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട, നമുക്ക് തൽക്കാലം ഡിസേബിൾ ആക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇത് നമുക്ക് കുറച്ച് സൂം ചെയ്ത് ചെറിയതാക്കണം എന്നുണ്ടെങ്കിൽ ചാർട്ട് ഈ ജസ്റ്റ് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പൊ തന്നെ അത് ചാർട്ട് ചെറുതായി വന്നു. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക ഏത് രീതിയിൽ വേണമെങ്കിലും. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ 2019 ഏപ്രിലിലെ ഇതാണ് 1 hour ചാർട്ടാണ് ഇതുള്ളത്, അല്ല 15 മിനിറ്റ്. നമുക്കിത് 15 മിനിറ്റ് എന്നുള്ളത് 1 hour ആക്കാം. അത് ഇവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ 1 hour ആക്കാം. ഏത് രീതിയിലും ചെയ്യാം. ഇപ്പൊ 1 hour ആയി. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ചില സമയത്ത് ഇങ്ങനെ ഒരു ഇത് പ്രോബ്ലം വരുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചാർട്ട് വരുന്നത് മനസ്സിലാവില്ല. കണ്ടോ, ഇത് മാത്രം മാറും. അപ്പൊ ഇതിനെന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് റിവേഴ്സ് അടിക്കുമ്പോൾ ഈ റിവേഴ്സ് ബട്ടൺ അടിക്കുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിയാൽ ആ പ്രോബ്ലം സോൾവ് ആയിട്ട് കാണാം. അത് അധികം വരുന്നുണ്ട്, എന്തോ സോഫ്റ്റ്വെയറിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിപ്പോ 1 hour ചാർട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ച് ഇവിടെ വരക്കേണ്ട ഡ്രോയിങ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്, ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചില ആൾക്കാർ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇവിടെ പോയി, അതാ സ്ലോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു വീണ്ടും. അപ്പൊ അത് ബ്രേക്ക് ചെയ്താൽ ട്രേഡ് ചെയ്യുന്ന ആ രീതിയിലൊക്കെ ഉള്ള ട്രേഡേഴ്സിന് അവരുടെ സ്ട്രാറ്റജി ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എടുക്കണമെന്ന ഉദ്ദേശം, അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഇവിടെ സെല്ലായിരിക്കും ചെയ്യുക. ഇത് ബൈ. നമുക്കിപ്പം ഏത് ട്രേഡാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്, ബൈയോ സെല്ലോ ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് സെല്ല് കൊടുത്തു. ഇവിടെ നമുക്ക് സൈസ് കൊടുക്കാം, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്, ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് ഒക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കാം. ഓർഡർ കൊടുത്തിട്ട് വീണ്ടും റൺ ചെയ്ത് ഇപ്പൊ നമുക്ക് താഴെ ഇവിടെ ട്രേഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ട്രേഡ് ആയി, ഇത് മൈനസ് വന്നു, പ്ലസിൽ പോയി പോസിറ്റീവ് ആണ്. ചെയ്ത് ചെറിയ സൈസാണ് കൊടുത്തത്, അതുകൊണ്ട് ചെറിയ രീതിയിൽ അനങ്ങുന്നത്. നമ്മൾ എന്താ ചെയ്തത്? സെല്ലല്ല. ഓക്കെ, അപ്പോൾ സെല്ല് ഇതിന്റെ അനുസരിച്ച് ഇവിടെ മാറുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ക്ലോസ് ചെയ്യുക, അല്ല നിങ്ങളുടെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ട്രേഡ് ക്ലോസ് ചെയ്യാൻ നമുക്ക് അവിടുന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നമ്മൾ സാധാരണ MT4 ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്തു. കാരണം അത് ബൈയിലേക്ക് ലോസിലേക്ക് പോയെന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ കാണിച്ചു നമുക്ക് $15 ലോസ് ആയിട്ട് അവിടെ ഉള്ളത് അതവിടെ കാണിച്ച് നമ്മളെ അക്കൗണ്ടിലും അത് വന്നിട്ടുണ്ടാവും, ലോസ് ആയിട്ടുള്ള സംഭവം. പിന്നെ അത് പ്രൈസ് ഇതാകുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 1 hour, ഇനി 15 മിനിറ്റ് നോക്കാം. ഇത് കൂടാതെ ഇതിലെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതില് മൾട്ടി ചാർട്ട് നോക്കാൻ വേണ്ടി സാധിക്കും. ഇതിവിടെ ഈ ഒരു ഇത് കണ്ടു, ഇത് ചാർട്ട് സ്കീം എന്നുള്ളൊരു സംഭവം ഇവിടെ കാണാം. നിങ്ങൾക്ക് മൗസ് ശ്രദ്ധിച്ചോളൂ, ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ചാർട്ട് ഉണ്ട്, മൾട്ടി ചാർട്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മളൊരു ഡബിൾ സെലക്ട് ചെയ്തു, രണ്ടുള്ളത് സെലക്ട് ചെയ്തു, അത് പോസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളെ ചാർട്ട്
ഇത് 1 hour ചാർട്ടാണ്. പുതിയ വന്നത് 15 minute ചാർട്ടാണ്. കാരണം നമ്മൾ നേരത്തെ ഡിഫോൾട്ട് 15 minute ആണല്ലോ സെറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 15 minute വരുന്നത്. ഇത് നമുക്ക് ചേഞ്ച് ആക്കാം. 1 hour, ഇത് 1 hour, ഇത് 4 hour, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കാം. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കാണിക്കുന്നത് ഈ സൈഡിൽ കാണുന്നത് 1 hour ചാർട്ടാണ്, ഈ സൈഡിൽ കാണുന്ന 15 minute ആണ്. അപ്പൊ നമുക്കിപ്പോൾ ഒരു ബ്രീച്ച് സംഭവിച്ചു, എന്നിട്ട് അത് പുൾ ബാക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ആ ട്രേഡ് എത്തുന്നുണ്ടോ ആ രീതിയിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇതിവിടെ ഒരു ഫാസ്റ്റ് സ്ലോ ഇതുണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്ലോ ചെയ്യാം. കുറച്ചും കൂടി സ്ലോ ആയിട്ടാണ് കാണുന്നെങ്കിൽ സ്ലോ ആക്കാം. അപ്പം സ്ലോയിൽ കാണും. ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ബയറൊക്കെ ഡൈ ആയി നമുക്കൊരു സെൽ പൊസിഷൻ കിട്ടുമോ എന്നുള്ളത് വേണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. ഏത് സ്ട്രാറ്റജി ആയാലും. ഇനിയിപ്പോൾ ഫെബിനാച്ചി ഉപയോഗിക്കുന്ന ഫെബിനാച്ചിയുടെ ടൂള് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ അങ്ങനത്തെ ഇത് കിട്ടും. അതായത് ഇൻഡിക്കേറ്റേഴ്സിൽ ഫെബിനാച്ചി, അതുപോലെ മൂവിങ് ആവറേജ്, ഏത് രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽസ് ഇവിടെ കിട്ടും. ആഡ് ഇൻഡിക്കേറ്റർ, ഒരുപാട് എല്ലാ ഇതുണ്ട്. ഓക്സിലേറ്റർ, 2 RSI. അപ്പോൾ പല രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ആ പ്രൈസ് വരുന്ന സ്ഥലത്ത് ഉപയോഗിച്ച് നമുക്ക് ഏത് നോക്കാം. എനിക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ അധികം ഫെമിലിയർ അല്ല, ഞാനൊന്നും ഉപയോഗിക്കാറില്ല ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ ഫെബിനാച്ചി കാണുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ ഏതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളെ സ്ട്രാറ്റജി ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ അത് അപ്ലൈ ചെയ്ത് നോക്കുക. സോറി, അത് പോയി. അപ്പോ അതുപോലെ ഇവിടെ സെറ്റിങ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയിട്ട് സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് കൂടാതെ 3 ചാർട്ട് വേണം കാണാം ഓപ്ഷൻ. ഇത് വേണമെങ്കിൽ 3 ചാർട്ട് സെലക്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് 3 ടൈം ഫ്രെയിം കൊടുത്ത് നോക്കാം. ആ രീതിയിലും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ സിസ്റ്റമും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ട്രേഡൊക്കെ എൻറ്റർ ചെയ്ത് അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. 1 വർഷം 2 വർഷത്തേക്ക് എടുത്ത് ഡാറ്റ എടുത്ത് ഒരു പേരിനെ ചെയ്ത് അടുത്ത പേർ ചെയ്ത് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി നിങ്ങളെ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോന്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് എന്താണ് തോന്നുന്ന അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷനെ കുറിച്ചും ഫോറക്സ് സൈക്കോളജിയെ കുറിച്ചും ഫോറക്സിന്റെ ബേസിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വീഡിയോസ് ഒക്കെ കാണുക. Okay, thank you so much.